അപ്പോൾ ഹേ ഗായ്സ്, നമ്മുടെ ന്യൂ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൗണ്ട് ഫസ്റ്റ് ഞാൻ കുറച്ച് വയ്ക്കാം. ഓക്കെ, അത്ര സൗണ്ട് ഇരുന്നോട്ടെ, അത്ര ഇരുന്നാൽ മതി. ഞാൻ മുമ്പ് കളിച്ചതാണ് ഗൈസ്, അത് ഇതൊക്കെ പോയി ഗൈസ്. ഗൈസ്, ഞാൻ കുറച്ച് പേരെ കളിച്ച് എത്തിച്ചിട്ടുണ്ട്. മരം ഉണ്ടായിരുന്നത് പോയി ഗൈസ്. ഈ മരം ഇപ്പോഴും ഇങ്ങനെ തന്നെ ഗൈസ്. കണ്ട ഗൈസ്, മൈൻക്രാഫ്റ്റിന് എന്തോ പറ്റി ഗൈസ്. ഇത് കണ്ട, ഇങ്ങനത്തെ ലീവ്സ് ആയി. ശരിക്കും ഓക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് കാണാനുള്ളതാ. എനിക്ക് കുറച്ച് ബ്രൈറ്റ്നെസ് കൂടിയ പോലെ കൂടിയൊക്കെ. അയ്യോ പാവം. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ പീസ്ഫുള്ളിലിട്ടിട്ടാണ് കളിക്കുന്നത്. ഇത് കളിക്കുന്നത് ഗൈസ്. അതുകൊണ്ട് ഗൈസ് നമ്മുടെ സ്കിന്നൊക്കെ ആയിട്ടുണ്ട് ഗൈസ്. കില്ലാടി സ്കിന്നായിട്ടുണ്ട് നമ്മൾ. അവിടെ വേറെ വില്ലേജ് ഉണ്ട് ഗൈസ്. ഇവിടെ ഒരു വില്ലേജ് ഉണ്ട് ഗൈസ്. ഞാൻ ശരിയാണ് ഗൈസ്. വേൾഡ് ഫുള്ള് പിന്നെ ഒരു കാര്യം, ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും. അത് പറഞ്ഞ് കേട്ട് മടുത്തു എന്നൊക്കെ അറിയാം ഗൈസ്. ഞാനത് പറയണം, അല്ലെങ്കിൽ ഇപ്പൊ പോയായി പണ്ടത്തെ പോലെ നിലകില്ലിങ്. എപ്പോൾ വന്നാലും ലെഗിൻസ് ഉണ്ടാക്കുക ഒരെണ്ണം മാത്രം, ബാക്കിയാവും എടുത്തോണ്ട് പോവാം. ഒരു ബിഗ് ഹോൾ ഉണ്ട് ഗൈസ്. അടുത്ത വില്ലേജ് നിൽക്കട്ടെ ഗൈസ്. ഞാനിവിടെ കണ്ടുപിടിച്ച പുതിയ വില്ലേജ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. നമുക്ക് പറ്റിക്കാൻ അവിടെ ചെന്ന്. ഇതാണ് ഗൈസ് ഞാൻ പുതുതായിട്ട് കണ്ടുപിടിച്ച എൻ്റെ വില്ലേജ്. സീഡ് വേണമെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം ഗൈസ്. നമ്മുടെ സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ്. സീരീസ് പോലൊന്നും ഞാൻ നീട്ടില്ല ഗൈസ്. കാരണം ഇതിൽ സീരീസ് പോലെ നീട്ടുമ്പോൾ നല്ല ലാഗ് പോലൊരു ഇത് അനുഭവപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനത് സീരീസ് പോലെ ആക്കാൻ. ഇവിടെ നമുക്ക് ലൈബ്രറി ആടാവിന് കിട്ടോ. ലൈബ്രറിയുടെ ആടാവ് നല്ല വില്ലേജ് തന്നെ. അയാൾ 52 കിട്ടിയിട്ടുണ്ട് ഗൈസ്. എന്ത് ചെയ്യാം ഗൈസ്, 52 അവിടെ ഇരിക്കും ഗൈസ്. നമ്മളതൊക്കെ കൊണ്ട് പൊട്ടിച്ചെടുക്കും ഗൈസ്. ഇതൊരു കേവിൽ ഇറങ്ങിയപ്പോൾ കിട്ടിയതാണ്. വഴിക്ക് കണ്ട ആ കേവില്ലേ ഗൈസ്, ആ കേവിൽ ഇറങ്ങിയപ്പോൾ കിട്ടിയതാണ്. പിന്നെ നമ്മളിപ്പോൾ ചെയ്യുന്നത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണില്ല. ഇപ്പോൾ ഗൈസ് ഗോളത്തിന് ഒന്ന് തട്ടണം അല്ലേ. ഇവിടെയും വേണ്ടെങ്കിൽ വേറെ പൊടി ബ്ലോക്കില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. ഓ മൈ ഗോഡ്, ഫോളോ ട്രൈഡർ ആളിയാ വന്നൊക്കെയാ. എന്തായാലും നോട്ടെ. അങ്ങോട്ട് 2 ഭൂമിയിൽ ഇവിടെ പിന്നെ ബ്ലാക്ക് സ്മിത്ത് ഒന്നും ഇല്ല. അവിടെ 2 ബ്ലാക്ക് സ്മിത്ത് ഒന്നുണ്ട്. നമ്മള് സ്പോൺ അതിൻ്റെ തൊട്ടപ്പുറത്തെ വില്ലേജിൽ ഗൈസ്. നമ്മളപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇപ്പോഴത്തെ വീഡിയോസ് നല്ലതാണോ ഞാൻ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ചോദിക്കുകയാണ്. ഇപ്പോൾ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോയെന്ന്. ഇപ്പോൾ ഈ വീഡിയോസ് ഇടുന്നില്ലല്ലോ അല്ലേ. ഒരുത്തന്നെ ജോലിയുണ്ട്, ഒരുത്തന്നെ ജോലിയില്ല. ബ്യൂട്ടിഫുൾ.
ബ്യൂട്ടിഫുൾ ആൻഡ് എ മാട്ടഫുൾ വില്ലേജ്. ഇവന്റെ വീട് പറയാൻ രണ്ട് ബെഡ് ഒരു പെട്ടി ഉണ്ടല്ലോ. നമ്മളെ സാധാരണ മൈൻക്രാഫ്റ്റിന്റെ ലോജിക് തന്നെ. കുറെ ഈ കോപ്പും കുറെ ആ കോപ്പും ഇതൊക്കെ നമുക്ക് ഈ വില്ലേജിൽ നിന്ന് കിട്ടാനുള്ളൂ. അപ്പുറത്തെ സൈഡിൽ നിന്ന് തോന്നുന്നില്ലേ? ഇതിപ്പോ തേങ്ങ നമ്മളിപ്പോ എവിടുന്ന വന്നത്? തേങ്ങ നോക്കട്ടെ, ഇതിനൊന്ന് പോയാൽ ഇതിനെ പോയിട്ട് അല്ലെങ്കിലേ നമുക്ക് തിരിച്ചു വരാം. ഇത് തന്നെ സ്ഥലം കടയറിൽ കിടന്നത്. അതിന് ഞാൻ എന്തുകൊണ്ടാണ് അങ്ങോട്ട് പോകാത്തത്? അവിടെ വീറ്റ് മാറി റെഡൊക്കെ സെയിം, ബാക്കിയൊക്കെ ഏകദേശം സെയിം തന്നെ. നമുക്കൊരു വീട് വെക്കുന്നുണ്ട്. ബ്ലാസ്റ്റ് ഫർണസ് എടുത്ത് നമ്മൾ ഓർമ്മിച്ച് കണ്ടാൽ നമ്മൾ സാധാ ഫർണസ് ഞാൻ ബ്ലാസ്റ്റ് ഫർണസ് വേണ്ടതെന്ന് പറഞ്ഞാൽ ഫുഡ് കയ്യിലോട്ട് എടുക്കണം. ഇത് ഇവിടെ ഫുള്ള് പുല്ലൊക്കെ മാറ്റട്ടെ. ഓക്കെ ഗൈസ്, നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ നമ്മുടെ വീടുണ്ടാക്കാനുള്ള ഒരു പ്ലേസ് സെറ്റ് ആക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് താഴേക്ക് ചാടിയിട്ട് 1 2 3 4 5 അതേപോലെ 4 ഭാഗത്തേക്ക് വയ്ക്കുക. ഇവിടെ നിന്നും എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും. ഓക്കെ ഗൈസ്, അതും കൂടി വെച്ചിട്ട് ഞാൻ വിളിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. എന്നിട്ട് അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കോബിൾ സ്റ്റോൺ ആണ്. നമ്മളപ്പോൾ എന്നിട്ട് ഇങ്ങനെ നടുക്കത്തെ ആ ഒരു ബ്ലോക്ക് ഇടുക. എന്നിട്ട് ഇങ്ങനെ അപ്പോൾ 2 സൈഡിൽ ഇങ്ങനെ വരും. എന്നിട്ട് ഇതിൻ്റെ താഴത്തെ 2 ബ്ലോക്ക് ഹൈറ്റിൽ മാത്രം കോബിൾ സ്റ്റോൺ വയ്ക്കുക. എന്നിട്ട് ഗൈസ് നമ്മൾ ഇങ്ങനെ ചെയ്യുക. എന്നിട്ട് ഇവിടെ ഒക്കെ ഒരു ബ്ലോക്ക് ഇങ്ങനെ വിടുക, ഒരു ബ്ലോക്ക്. പിന്നെ ബാക്കിൽ മാത്രം ഞാൻ എനിക്ക് ജനാല വലുതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കുറേ വെച്ചുകൊണു. ഇത്ര 3 ബ്ലോക്ക് വിട്ടുകൊണു. ഇനി അടുത്തായിട്ട് ചെയ്യേണ്ട ഗൈസ്, നമ്മുടെ ഇതുണ്ടല്ലോ പ്ലാങ്ക്സ് ആക്കണം. നമ്മുടെ വുഡ്
നമ്മൾ ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് വെച്ച് കൊടുക്കണം. ഓക്കെ, ഇനി കൂടി നിങ്ങൾക്ക് ചാടാൻ വീടിൻ്റെ അകത്തുനിന്ന് ചാടാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഒരു ബ്ലോക്ക് മുകളിലേക്ക് കൊടുക്കുക. നിങ്ങൾക്ക് ചാടാൻ പറ്റില്ല, മറ്റുള്ള പ്രശ്നം. എന്നിട്ട് നമ്മൾ നേരെ ഇതിൻ്റെ മേൽഭാഗം കൂടി ക്ലോസ് ചെയ്യുക. ഓക്കെ, എൻ്റെ ഉണ്ടായിരുന്ന എല്ലാ വുഡും കറക്റ്റ് ഇതിൻ്റെ മേൽഭാഗത്തെത്തി. എന്നിട്ട് അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ സാൻഡ് ഇപ്പോൾ തയ്യാറായിട്ടുണ്ടെപ്പോഴേക്കും ഞാൻ അയൺ ടൂൾസ് ആക്കിയിട്ട് പറയാം. ഗൈസ്, എൻ്റെന്ന് പറഞ്ഞാൽ ഈ വുഡ് അങ്ങോട്ട് തികഞ്ഞില്ലേ ഗൈസ്. ഇപ്പം ഞാൻ വീണ്ടും പോയിട്ട് കുറച്ച് വെട്ടിയിട്ട് വന്നു. അയൺ ടൂൾസ് ഒക്കെ ആക്കണം ഗൈസ്. ഓക്കെ, ആക്കിയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഗൈസ്. ഗൈസ്, അപ്പോൾ നമ്മൾ ഫുൾ അയൺ ആർമൊക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതെന്ന് പറഞ്ഞാൽ സാൻഡ് ആണ് ഗൈസ്. അപ്പോൾ നമ്മൾ സാൻഡ് വരാൻ പോവാണ്. നമ്മുടെ ഓരോ ബീച്ചിൻ്റെ സൈഡിലൊക്കെ അത് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് പോയിട്ട് ഇത് വാരിയിട്ട് വരാം. ഞാൻ കുറച്ച് സാൻഡ് വാരിയിട്ടുണ്ട്. ഞാൻ ഗ്ലാസ് പെയിൻ ആക്കിയിട്ട് വെക്കാനാണ്. ഞാൻ ഗ്ലാസ് പെയിൻ ആക്കിയിട്ട് വിളിക്കുകയാണ് ഗൈസ്. ഇത് സ്മെൽറ്റ് ആവണമെങ്കിൽ കുറച്ച് ടൈം അതാണ്. സമയം നമ്മൾ ഗ്ലാസ് പെയിൻ വെച്ചിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇതിൻ്റെ ഫ്ലോറൊന്ന് സെറ്റാക്കണം. ഫ്ലോർ സെറ്റാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ബ്ലോക്കൊക്കെ റീപ്ലേസ് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ റീപ്ലേസ് ചെയ്യട്ടെ. ഫ്ലോറും റീപ്ലേസ് ചെയ്തു. ഇനി നമുക്ക് ഡോറുണ്ടാക്കി വെക്കാം. അങ്ങനെ വീടിൻ്റെ പരിപാടി കഴിഞ്ഞു. നമ്മുടെ വീടിന് വാതിൽ വെച്ച് കൊടുക്കലുണ്ട്. കൂടിയുണ്ട്. യെസ്, വീട് സെറ്റായി. ഇതൊക്കെ കൂടി ഞാൻ അടുത്ത് ഓക്കെ ഗായ്സ്. അപ്പോൾ നമ്മൾ വീടിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ബെഡും കൂടി ഞാൻ എടുത്ത് വെച്ചിട്ട് വരാം ഗായ്സ്. അപ്പോൾ വില്ലേജറിൻ്റെ അടിച്ച് മാറ്റാൻ ഗൈസ്. പെട്ട് ഗൈസ്. അങ്ങനെ നമ്മുടെ വീട് വെച്ചു. ഫസ്റ്റ് നൈറ്റ് നമ്മൾ ഉറങ്ങുന്നു. നമ്മൾ ഉറങ്ങിക്കുന്നു. അപ്പോൾ ഗൈസ്, എന്നിട്ട് വീഡിയോ എത്ര ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.